ഹോർമുസ് ഇന്ത്യക്കായി തുറന്നിടും നയം വ്യക്തമാക്കി ഇറാൻ. പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ ഇന്ധന പ്രതിസന്ധി ഇവിടെ രൂക്ഷമാവുകയായിരുന്നു. ഇന്ത്യയിലടക്കം ഇന്ധന പ്രതിസന്ധി സാരമായി തന്നെ ബാധിച്ചതായും വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഒടുവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഇറാൻ ഹോർമുസിന്റെ പടിവാതിൽ തുറന്നിടുക തന്നെ ചെയ്യുമെന്ന ഒരു വ്യക്തമായ നിലപാടാണ് ഇവിടെ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അവർ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചും എടുത്തു പറഞ്ഞുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി തന്നെ അവിടെ ചരക്കു നീക്കം നടത്താമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എക്സിലൂടെയാണ് ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നതും. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാഖ്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾക്കായി ഹോർമുസ് കടലിടുക്കിലുള്ള ആ ഒരു ഗതാഗതം ഞങ്ങൾ അനുവദിക്കുന്നു എന്നതാണ് ഈ ഒരു സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ 2 കപ്പലുകൾ സുരക്ഷിതമായി തന്നെ ഹോർമുസ് കടലിടുക്ക് കടന്ന് എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നതും. 1 ലിറ്റർ എണ്ണ പോലും ഹോർമുസ് കടലിടുക്ക് കടക്കില്ല എന്ന ഇറാന്റെ കടുത്ത തീരുമാനത്തിനാണ് അയവ് വന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിരുന്നതെന്നും എല്ലാ രാജ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനുള്ള അവസരം ഒരുക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിനുമായി തന്നെ ചില സംസാരങ്ങൾ നടക്കുകയും ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകാം എന്ന ഒരു രീതിയിലേക്ക് തങ്ങൾ എത്തിയിരിക്കുന്നതെന്നതാണ് ഇപ്പോൾ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പല രാജ്യങ്ങളും കപ്പൽ ഉടമകളും ഞങ്ങളെ ബന്ധപ്പെടുകയും കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നു പോകാൻ ഒരു പാത ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങളോട് സൗഹൃദമുള്ള ചില രാജ്യങ്ങൾക്ക് അവരുടെ കപ്പലുകൾ കടന്നു പോകാൻ ഇറാൻ സായുധ സേന അനുവാദം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ വ്യക്തമാക്കിയതായി തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈന, റഷ്യ, പാകിസ്ഥാൻ, ഇറാഖ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ 2 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്ക, ഇസ്രായേൽ അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകൾ കടലിടുക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നും രാജ്യം ഒരു യുദ്ധ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ഈ ഒരു പ്രദേശം ഒരു യുദ്ധമേഖലയായി തന്നെ കണക്കാക്കുന്നുവെന്നും നമ്മുടെ ശത്രുക്കളുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകൾ കടന്നു പോകാൻ അനുവദിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല എന്നതാണ് ഇവിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി കൂടിയായ അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.